ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറുടെ മകൻ എന്ന നിലയിൽ ജനിച്ച നാൾ മുതൽ ക്യാമറ കണ്ണുകൾ പിന്തുടർന്ന വ്യക്തിയാണ് അർജുൻ ടെണ്ടുൽക്കർ. സച്ചിന്റെ മകൻ എന്ന വലിയ ഭാരവും പേരി ക്രിക്കറ്റ് മൈതാനത്ത് ചൂടുറപ്പിക്കാൻ ശ്രമിക്കുന്ന അർജുൻ കളിക്കളത്തിന് പുറത്ത് എങ്ങനെയുള്ള ഒരാളാണ്? അടുത്തിടെ ഒരു പോഡ്കാസ്റ്റിൽ അദ്ദേഹം പങ്കുവച്ച ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. ക്രിക്കറ്റും അച്ഛൻ്റെ പ്രശസ്തിയും മാറ്റിവെച്ചാൽ ആരാണ് അർജുൻ? അർജുൻ ടെണ്ടുൽക്കറെക്കുറിച്ച് ഏറ്റവും അത്ഭുതപ്പെടുത്തിയ വെളിപ്പെടുത്തൽ ഇതായിരുന്നു. തനിക്ക് ക്രിക്കറ്റ് താരങ്ങളായ സുഹൃത്തുക്കൾ ആരുമില്ല. ശുഭങ്കർ മിശ്രയുടെ പോഡ്കാസ്റ്റിലാണ് അർജുൻ ഇത് തുറന്നു പറഞ്ഞത്. മിക്കവാറും പ്രമുഖ താരങ്ങളുടെ മക്കൾ അതേ മേഖലയിലുള്ളവരുമായി സൗഹൃദം പുലർത്തുമ്പോൾ അർജുൻ തികച്ചും വ്യത്യസ്തനാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളിൽ ഭൂരിഭാഗവും ക്രിക്കറ്റ് കളിക്കുന്നവരല്ല. അവർക്ക് ക്രിക്കറ്റിനെക്കുറിച്ച് വലിയ ധാരണയുമില്ല. അതുകൊണ്ട് തന്നെ അവരോടൊപ്പം ഇരിക്കുമ്പോൾ ക്രിക്കറ്റിനെക്കുറിച്ച് സംസാരിക്കേണ്ടി വരാറില്ല എന്നാണ് അർജുനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആശ്വാസം. 24 മണിക്കൂറും ക്രിക്കറ്റ് ലോകത്ത് ജീവിക്കുന്ന ഒരാൾക്ക് അതിൽ നിന്നൊരു മോചനം നൽകാൻ ഇത്തരം സൗഹൃദങ്ങൾ സഹായിക്കുന്നു. അർജുൻ തൻ്റെ മനസ്സിനെ ശാന്തമായി വെക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഇതിനുള്ള ഉത്തരവും വളരെ ലളിതമാണ്. ഗോവയിലുള്ള തൻ്റെ വീട്ടിലെ 5 വളർത്തു നായ്ക്കൾക്കൊപ്പമാണ് അദ്ദേഹം സമയം ചിലവഴിക്കാൻ ഇഷ്ടപ്പെടുന്നത്. കരിയറിലെ സമ്മർദ്ദങ്ങളും പരിശീലനത്തിൻ്റെ തിരക്കുകളും കഴിഞ്ഞാൽ ഈ നായ്ക്കളാണ് അർജുൻ്റെ ലോകം. മുംബൈ ഇന്ത്യൻസിൽ നിന്ന് ലക്നൗ സൂപ്പർ ജയൻസിലേക്ക് മാറിയ അർജുൻ തൻ്റെ കരിയറിലെ ഒരു പുതിയ ഘട്ടത്തിലാണ്. IPL 2026 സീസണിൽ കളത്തിലിറങ്ങാൻ തയ്യാറെടുക്കുമ്പോഴും പുറത്തെ ബഹളങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി തൻ്റെ വളർത്തു മൃഗങ്ങൾക്കോടൊപ്പം സമയം ചിലവഴിക്കാനാണ് അദ്ദേഹം കൂടുതലും താല്പര്യപ്പെടുന്നത്. സച്ചിൻ്റെ മകൻ എന്ന നിലയിൽ വലിയ തോതിലുള്ള സൈബർ ആക്രമണങ്ങളും ട്രോളുകളും അർജുൻ നേരിടാറുണ്ട്. എന്നാൽ വിമർശനങ്ങളെ താൻ ഭയപ്പെടുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഓരോ തവണ നെപ്പോട്ടിസം എന്ന വാക്ക് കേൾക്കുമ്പോഴും അർജുൻ തന്റെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ശ്രമിക്കുന്നത്. യുവരാജ് സിംഗിനെയാണ് താൻ ആരാധിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. അച്ഛൻ കഴിഞ്ഞാൽ തന്റെ ഹീറോ യുവരാജാണെന്ന് പറയുമ്പോൾ അർജുൻ ചിരിച്ചുകൊണ്ടാണ് കൂട്ടിച്ചേർച്ചത്. യുവരാജ് ഒരു സ്പിന്നറായിരുന്നു, പക്ഷേ ഞാനൊരു പേസറാണ്. തന്റെ കരിയറിനെ കുറിച്ച് വ്യക്തമായ ധാരണ അർജുനുണ്ട് എന്നാണ് ഈ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇത്തവണ ലക്നൗ സൂപ്പർ ജയൻസിൽ മുഹമ്മദ് ഷമി, മയങ്ക് യാദവ് തുടങ്ങിയ വമ്പൻ ബൗളർമാർക്കൊപ്പമാണ് അർജുനുള്ളത്. ബൗളിങ്ങിന് പുറമെ ലോവർ മിഡിൽ ഓവറിൽ ബാറ്റിംഗിൽ തിളങ്ങാനും അർജുൻ സാധിക്കും. മുംബൈ ഇന്ത്യൻസിൽ വേണ്ടത്ര അവസരങ്ങൾ ലഭിക്കാതിരുന്ന അർജുന് ലക്നൌവിൽ തന്റെ കഴിവ് തെളിയിക്കാൻ സാധിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.